أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أدراك ما العقبة فك رقبة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബലദിലെ 13-14 വചനങ്ങളാണ് കേട്ടത്. അർത്ഥം: ആ ഗിരിമാർഗം എന്തെന്ന് നിനക്ക് എന്തറിയാം? ഗിരിമാർഗമെന്നാൽ അടിമയെ മോചിപ്പിക്കുക. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, റഖബ എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത്ത് എന്നാണ്. ഈ ആയത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം അടിമയെ മോചിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അഥവാ അവർ അവരുടെ പക്കലുള്ള അടിമയെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ അവരും സാമൂഹികമായി പുരോഗതി കൈവരിച്ചേനെ. എന്നാൽ അതിന് വിപരീതമായി അടിമത്വം പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിം അടിമകൾക്ക് നേരെ കൂടുതൽ അതിക്രമങ്ങൾ നടത്താനും തുടങ്ങി. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്കായി അടിമകളെ മോചിപ്പിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഇസ്ലാം തുടക്കം മുതൽ തന്നെ അടിമയെ മോചിപ്പിക്കാനുള്ള കൽപ്പന നൽകിയത്. തുല്യ നീതി നടപ്പാക്കാതെ, ചെറിയവർ വലിയവർ എന്ന അന്തരം ഇല്ലാതാക്കാതെ ലോകത്ത് ഒരു സമൂഹവും പുരോഗതി കൈവരിക്കുകയില്ല. ഒരാൾ വലിയവനാണെന്നും മറ്റേയാൾ താഴ്ന്നവനാണെന്നും ഉള്ള ചിന്താഗതി സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ഈ ഒരു കുഴപ്പം നിലനിൽക്കുന്നത് വരെ സ്ഥായിയായ സമാധാനം ഉണ്ടാവുകയില്ല. ഒത്തൊരുമിച്ച് എല്ലാവരും ഈ ചിന്താഗതി ഇല്ലാതാക്കാത്തിടത്തോളം പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും വ്യർത്ഥമാവുന്നതാണ്. ഈ ചിന്താഗതിയുടെ ഉൽപ്പന്നമാണ് അടിമത്വം എന്നത്. അതിൻ്റെ ഉന്മൂലനം ഇസ്ലാമിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഈ വിവേചനങ്ങൾ നിലനിന്നാൽ വലിയ ആളുകൾ അവർക്ക് കൂടുതൽ ആദരവ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവർ ആരും തങ്ങളെക്കാൾ വലിയവനല്ല എന്ന ചിന്താഗതിക്കാരായി മാറുന്നതാണ്. ഹുദൂർ പറയുന്നു, ഇന്ത്യയിൽ ഒരു വലിയ നേതാവുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കാൾ വലിയ ഒരു നേതാവ് ഇല്ല എന്നൊരു ചിന്താഗതി ഉടലെടുത്തിരിക്കുന്നു. ഒരിക്കൽ ഷിംലയിൽ വെച്ച് ഇന്ത്യയിലെ വലിയ നേതാക്കന്മാരുടെ ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്കും പങ്കെടുക്കാനുള്ള സന്ദേശം ലഭിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ മരണം വരെ താൻ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സങ്കീർണമായ വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ഷിംലയിൽ ഒത്തുകൂടി. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 100 മുതൽ 150 പേർ വരെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഏതായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ ഒത്തുകൂടി. ഈ ഒരു വലിയ കൂട്ടത്തെ കണ്ടപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ആ നേതാവിന് അദ്ദേഹത്തിന് തൻ്റെ നേതൃത്വമല്ലാതെ മറ്റാരുടെയും നേതൃത്വം അംഗീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴായി ഈ മഹത്തരമായ വിഷയത്തെക്കുറിച്ച് ഒരു ജനക്കൂട്ടമല്ല തീരുമാനമെടുക്കേണ്ടത്, മറിച്ച് നേതാക്കന്മാരുടെ നേതാക്കന്മാരായ ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയുള്ള നേതാക്കന്മാരെ നേതാക്കന്മാരായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബഹുമതി ലഭിക്കുമ്പോൾ മറ്റുള്ളവരെ താഴ്ന്നവനെന്ന് കാണാൻ തുടങ്ങുന്നു. അങ്ങനെ മെല്ലെ അത് അടിമയായി ഗണിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. ചുരുക്കത്തിൽ അടിമയെ മോചിപ്പിക്കുക എന്നത് സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് അനിവാര്യമാണ്. ഈ ആയത്തിൻ്റെ 2ാമത്തെ അർത്ഥം തെറ്റായ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. അള്ളാഹു അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഉലായികല്ലദീന കഫറൂ ബിറബ്ബിഹിം വ ഉലായികൽ അഗ്ലാലു ഫീ അഅനാഖിഹിം. സൂറത്തുർ റഅദ് 6-ാമത്തെ വചനം. അതായത് ഇക്കൂട്ടർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാണ്.
അക്കൂട്ടരാണ് കഴുത്തുകളിൽ വിലങ്ങുകൾ ഉള്ളവർ. ഇവിടെ ഷിർക്കിനെയും കുഫറിനെയും സൂചിപ്പിക്കുന്നതിന് ചങ്ങല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ സൂറത്തുൽ അറാഫിലെ 158 വചനത്തിൽ യഹൂദികളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലുല്ലത്തി കാനത് അലൈഹിം. അതായത് റസൂൽ അവരുടെ മേൽ ഉണ്ടായിരുന്ന ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും ഇറക്കി വെക്കുകയും ചെയ്യുന്നു. ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഫക്കു റഖബ എന്നാൽ അടിമയെ മോചിപ്പിക്കുക എന്നത് കൂടാതെ തെറ്റായ വിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാരം ഇറക്കി വെക്കുകയും ചെയ്യുക എന്നതാണ്. അതേപോലെ ക്രൂരനായ ഭരണാധികാരികളുടെ ഭരണം കാരണം തല ഉയർത്താൻ സാധിക്കാത്ത പീഡിത സമൂഹവും ഇതിൽപ്പെടുന്നു. അവരെയും മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.